നമസ്കാരം. UK വാർത്തകളിലേക്ക് സ്വാഗതം. നാട്ടിലേക്ക് ഒരു പൗണ്ട് അയച്ചാൽ ഇന്നത്തെ കൺവേർഷൻ നിരക്ക് 111.18 രൂപ. നാട്ടിലേക്ക് പണം അയക്കാനുള്ള പ്രവാസികളുടെ താല്പര്യം കൂടി. അതേസമയം ഇവിടെ പഠിക്കാനെത്തിയ മലയാളി വിദ്യാർത്ഥികൾ വട്ടച്ചെലവിനുള്ള കാശ് എങ്ങനെ തിരിക്കുമെന്ന് അറിയാതെ നട്ടം തിരിയുന്നു. ഇന്ത്യൻ രൂപയും UK പൗണ്ടുമായിട്ടുള്ള ഏറ്റക്കുറച്ചിലുകൾ കാരണം ആ രാജ്യത്തേക്ക് ഇന്ത്യൻ പണം ചെലവഴിക്കുന്നത് ഉൾപ്പെടെ UKയിലേക്ക് മാറാനുള്ള ഏതൊരു പദ്ധതിയും ഗുരുതരമായ തിരിച്ചടി നേരിടാൻ പോകുന്നു. ബ്രിട്ടീഷ് പൗണ്ട് അനുദിനം ശക്തമാവുകയും ഇന്ത്യൻ രൂപയ്ക്കെതിരെ 110.95 എന്ന നിലയിലാണ്. വളരെ കാലം മുമ്പ് പൗണ്ട് 100 എന്ന നിരക്കിലാണ് വ്യാപാരം നടന്നിരുന്നത്. എന്നാൽ സമീപകാലത്ത് അത് അസാധാരണമായി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മറുവശത്ത് ഇന്ത്യൻ കറൻസി പരാജയപ്പെട്ടു. നിങ്ങൾ ഈ വാർത്ത കേൾക്കുന്നതിനോടൊപ്പം ഈ യൂട്യൂബ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വാർത്തകളിലേക്ക് കിടക്കാം. UKയിലെ സ്കൂൾ ക്ലാസ് മുറികൾ അൾട്രാ മോഡേൺ ആവുന്നു. നിർമ്മിത ബുദ്ധി എന്ന് വിശേഷിപ്പിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് മാറ്റങ്ങൾ വരുത്താനാണ് തീരുമാനം. ഇതുകൊണ്ട് എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ അധ്യാപകരുടെ ജോലിഭാരം കുറയും. AI ടൂളുകൾ ഇതിനായി വികസിപ്പിച്ചു കഴിഞ്ഞു. 3 മില്യൺ പൗണ്ടാണ് ചെലവഴിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി സ്റ്റീവ് മോർഗനാണ് ഈ കാര്യം വിശദീകരിച്ചത്. ChatGPT പോലെയുള്ള AI ടൂളുകൾ അധ്യാപകർ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അധ്യാപകരെ പരിശീലിപ്പിച്ച് മികച്ച ടൂളുകൾ ഉപയോഗിക്കാൻ പ്രാപ്തരാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. 4 മില്യൺ സർക്കാർ നിക്ഷേപത്തിന്റെ പിന്തുണയാണ് ഈ പ്രൊജക്ട്. റിപ്പബ്ലിക് ഓഫ് കൊറിയയിലെ സിയോളിൽ നടന്ന ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഇന്നോവേഷൻ സമ്മിറ്റിൽ അന്താരാഷ്ട്ര വിദ്യാഭ്യാസ മന്ത്രിയോട് നടത്തിയ പ്രസംഗത്തിലാണ് മന്ത്രി മോർഗൻ പദ്ധതി പ്രഖ്യാപിച്ചത്. AI ഉപയോഗിച്ച് അധ്യാപകർ നയിക്കുന്ന ക്ലാസ് റൂം വിപ്ലവം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള 3 ദിവസത്തെ ഇവന്റിൽ UK സ്ഥാപക അംഗമായ ഗ്ലോബൽ എഡ്യൂക്കേഷൻ ആൻഡ് ഇന്നോവേഷൻ ഐലൻഡ് ആരംഭിക്കും. UKയിലെ പെൺകുട്ടികളിൽ ആർത്തവം നേരത്തെയാകുന്നതായി റിപ്പോർട്ട്. സാധാരണ ശരാശരി പ്രായം 12 ആണെങ്കിലും പലർക്കും 10 വയസ്സിൽ തന്നെ ആർത്തവം വരുന്നതായി റിപ്പോർട്ട്. ഗവേഷണം അനുസരിച്ച് പെൺകുട്ടികൾ മുമ്പത്തേക്കാൾ ചെറുപ്പത്തിൽ തന്നെ ആർത്തവം ആരംഭിക്കുന്നു. 1950നും 1969നും ഇടയിൽ ജനിച്ച സ്ത്രീകൾക്ക് ആർത്തവം ആരംഭിച്ചത് ശരാശരി 12 വയസ്സിലാണെങ്കിൽ 2000നും 2005നും ഇടയിൽ ജനിച്ചവരുടെ ശരാശരി പ്രായം 11 വയസ്സായി മാറിയതായി മെയ് മാസം പ്രസിദ്ധീകരിച്ച ഒരു പഠനം കണ്ടെത്തിയതായി ജേർണൽ ജമ നെറ്റ്വർക്ക് ഓപ്പൺ റിപ്പോർട്ട് ചെയ്തു. 11 വയസ്സിന് മുമ്പ് ആർത്തവം ആരംഭിക്കുന്ന പെൺകുട്ടികളുടെ അനുപാതം 8.6% നിന്ന് 15.5% വർദ്ധിച്ചു എന്ന് പഠനം നടത്തിയ ഹാർഡ്വേഡിലെ സർവകലാശാല ഗവേഷകൻ പറയുന്നു. ഇത്തരം കുട്ടികൾക്ക് അസഹനീയമായ വയറുവേദന തുടങ്ങിയ പ്രശ്നങ്ങളും നേരിട്ടതായും റിപ്പോർട്ടുകൾ പറയുന്നു. പലപ്പോഴും സ്കൂളിൽ തനിക്ക് അമിത രക്തസ്രാവത്തെക്കുറിച്ച് ഉത്കണ്ഠ കാരണം പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലെന്ന് ഒരു പെൺകുട്ടി പറയുന്നു. കുട്ടികൾ ഇത്തരം അനുഭവങ്ങൾ കൂടുതൽ സാധാരണമായി കൊണ്ടിരിക്കുകയാണ്. US-ന് സമാനമായി UKയിലും കുട്ടികളുടെ ഇടയിൽ പൊണ്ണത്തടി വർദ്ധിച്ചു വരുന്നുണ്ട്. ഇതോടനുബന്ധിച്ച് കുട്ടികളിൽ ആരോഗ്യ പ്രശ്നങ്ങളും കണ്ടുവരുന്നുണ്ട്. NHSുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളിൽ ഒന്നാണ് രോഗനിർണയത്തിനുള്ള നീണ്ട കാത്തിരിപ്പ്. ഇതുമൂലം പല രോഗികളും NHSനെ ആശ്രയിക്കാതെ സ്വയം ചികിത്സയ്ക്ക് പോലും തയ്യാറാകുന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ പ്രതിസന്ധിയെ മറികടക്കാൻ സർക്കാർ പുതിയ സംവിധാനം ഒരുക്കുകയാണ് കമ്മ്യൂണിറ്റി ഡയഗ്നോസിസ് സെന്ററുകൾ. ഇനി മുതൽ എക്സ്റേ, സ്കാൻ തുടങ്ങിയ പരിശോധനകൾ വേഗത്തിലാകും. ഇംഗ്ലണ്ടിലാകെ 160 കമ്മ്യൂണിറ്റി ഡയഗ്നോസിസ് സെന്ററുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ആശുപത്രികളിലെത്തി നീണ്ട കാത്തിരിപ്പിനൊടുവിൽ രോഗനിർണയം നടത്തുന്ന രീതികൾ ഇനി വേണ്ട. സർവേയിൽ 87% പേരും നല്ല അഭിപ്രായമാണ് പങ്കുവച്ചിട്ടുള്ളത്. ഷോപ്പിംഗ് സെന്ററുകളും ഹെൽത്ത് സെന്ററുകളും കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലുകളും കമ്മ്യൂണിറ്റി ഡയഗ്നോസിസ് സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്. നോൺ ഒബ്സ്ട്രറ്റിക് അൾട്രാസൗണ്ട് സ്കാനുകൾ, എക്കോ, MRI സ്കാനുകൾ എന്നിവയ്ക്ക് ഇനി നീണ്ട കാത്തിരിപ്പ് വേണ്ട. 6 ആഴ്ചയിലധികം കാത്തിരിപ്പ് വേണ്ട എന്ന വാക്കിൽ മാത്രം പറയുന്ന NHS പുതിയ ചൂടുവെപ്പോടെ രോഗികൾക്ക് ആശ്വാസ തീരുമാനം കൊണ്ടുവന്നിരിക്കുകയാണ്. UKയിലെ ഏറ്റവും തിരക്കേറിയ റോഡുകളിലൊന്നായ M62 മോട്ടോർവേ ഇത് ആദ്യമായി അടയ്ക്കുന്നു. ലിവർപൂളിനെ മാഞ്ചസ്റ്റർ, ലീഡ്സ്, ഹൾ തുടങ്ങിയ നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന 107 മൈൽ നീളത്തിൽ കിടക്കുന്ന M62 1960-ൽ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് അടച്ചിടുന്നത്. ഗ്രേറ്റർ മാഞ്ചസ്റ്റർ നെറ്റ്വർക്ക് റെയിൽ പുതിയ റെയിൽവേ പാലം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മോട്ടോർവേ അടയ്ക്കുന്നത്. ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലെ പഴയ 130 അടി പാലത്തിന് പകരമായി 22 മില്യൺ പൗണ്ടിന്റെ പുതിയ പാലം നിർമ്മിക്കുകയാണ്. ഈ പണി പൂർത്തിയാകുന്നതിനായി വരുന്ന 2 ആഴ്ചകളിൽ അടക്കം ചില ദിവസങ്ങളിൽ M62 അടച്ചിടുന്നതായി വരും. ആദ്യം പഴയ പാലം പൊളിക്കുന്നതിനും അതിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും വേണ്ടി ആയിരിക്കും റോഡ് അടച്ചിടുക. അടുത്ത ആഴ്ചകളിലായി യാത്രക്കാർ തങ്ങളുടെ യാത്രാ പരിപാടികൾ പരിശോധിക്കണമെന്നും പാലം പണി ബാധിക്കുന്ന ഇടങ്ങളിൽ ഒഴിവാക്കണമെന്നും നാഷണൽ ഹൈവേസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റോഡ് അടച്ചിടുമ്പോൾ ഗതാഗതം തിരിച്ചുവിടുന്നതിനുള്ള ബദൽ റോഡുകൾ ഇതുവരെ ഔദ്യോഗികമായി തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മാർഗത്തിലുള്ള യാത്ര ദുഷ്കരമായേക്കാം. സെപ്റ്റംബർ 6 രാത്രി 9 മുതൽ സെപ്റ്റംബർ 9 രാവിലെ 6 മണി വരെയായിരിക്കും ആദ്യ തവണ ഈ മോട്ടോർവേ അടച്ചിടുക. സെപ്റ്റംബർ 20 രാത്രി 9 മണി മുതൽ സെപ്റ്റംബർ 23 രാവിലെ 6 മണി വരെയായിരിക്കും രണ്ടാം തവണ അടച്ചിടുക. ഇതുവഴി കിഴക്കോട്ടുള്ള കാരേജ് വേയിൽ ജംഗ്ഷൻ 18നും 20നും ഇടയിലും പടിഞ്ഞാട്ടുള്ള കാരേജ് വേയിൽ ജംഗ്ഷൻ 19നും ജംഗ്ഷൻ 20നും ഇടയിൽ വഴി പൂർണ്ണമായും അടയ്ക്കും. ഈ സമയം റെയിൽവേ പാലവും അടച്ചിടും. ഇതുവഴി റെയിൽ ഗതാഗതവും ഉണ്ടായിരിക്കില്ല. അടുത്തുള്ള നോർത്ത് യോർക്ക്ഷയർ സെൽബിയിലെ ഡാർക്ക് പവർ സ്റ്റേഷനിലേക്കുള്ള സപ്ലൈകൾ കൊണ്ടുപോകുന്ന
ഫ്ലൈറ്റ് എഞ്ചിൻ ഉൾപ്പെടെയുള്ളവ ഓടുകയില്ല. റോഡ് വീണ്ടും തുറന്നു കൊടുത്താലും ഒക്ടോബർ പകുതി വരെ 2 റെയിലുകൾ മാത്രമായിരിക്കും ഗതാഗതം. ഇതോടെ UK വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.